ഈശ്വര. ഓ ഓ കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ. കൃഷ്ണ സംസ്ഥാനം കൊടുക്കണേ. ഭഗവാനെ ശാന്ത വേണമാ? എന്തോന്ന്? പ്രസാദം. പൊക്കോ പൊക്കോ. ദോ വന്നിട്ടേ. എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധി കൊടുക്കണം. அது வந்து நம்ம சாந்தம் கிட்ட பிரசாதம் கேட்டா நோக்கு நன்னா தெரியும் எனக்கு இந்த ஏற்பாடெல்லாம் பிடிக்காதுன்னு. தெரியும் தெரியும், எனக்கு நல்லா தெரியும். എൻ അൻപ് റുക്കു എന്റെ കഴുത്തിൽ താലി കെട്ടി അന്ത നാൾ മുതൽ എനിക്ക് നല്ല തെരിയും എൻ റുക്കു ആരെന്ന്. തിന്നോളൂ, അല്ല തൊട്ടോളൂ. ஐயோ ஆபீஸ் போ டைம் ஆச்சு, ஒண்ணு சாப்பிட வேண்டாமா? நம்ம சாந்தா கிட்ட சொல்லி ஏதாவது. வேண்டானா நானே எடுத்து தருவேன். வேണ്ട ருக்கு, டாக்டர் என்ன சொல்லிருக்கு தெரியலையா? உனக்கு பெட் ரெஸ்ட் தானே? டாக்டர்ஸ் எல்லாம் அப்படித்தானே இல்லவா? நான் ரெஸ்ட் எடுத்தாச்சுன்னா உங்களை யார் பாக்குறது? அது பிரச்சனை இல்ல, உள்ள நம்ம சின்ன கண்ணு இருக்கு இல்லையா? போங்கண்ணா. ஐயோ அப்படி போவாது, மெதுவா போணும். இப்படி இருக்குண்ணா. வாடக்கண்ணா. இப்படியா? போங்க. ருக்கு, நான் போயிட்டு வரேன். ஐயோ நான் ஒரு விஷயம் மறந்துட்டேன். என்ன விஷயம்? ஐயோ சாரிண்ணா, வலிச்சதா? ரோட்ல எல்லாம் நிறைய பெண்ணுங்கள் உண்டு, அவராரும் என் புருஷனை கண்ணு வைக்க கூடாது. அதுக்குதான் இந்த பியூட்டி ஸ்பாட். அப்புறம் பொம்பளைங்களை பார்க்க கூடாது, நான் வெஜிடேரியன் சாப்பிட கூடாது, சிகரெட் பிடிக்க கூடாது. ஸ்ட்ரைட்டா போய் ஸ்ட்ரைட்டா வரணும். ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമാ? ഇല്ലണ്ണാ, അത് പോതും. കണ്ടത്തിൽ വെച്ച കോലം പോലെ ഉണ്ടാവും. ഞാൻ വരട്ടിറക്കൂ. അയിരൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി. അപ്പൊ കേട്ടോ, മോർണിംഗ് മോർണിംഗ്. ഇതെന്ത് ഈ വേഷത്തിൽ ഓട്ടം തുള്ളലുണ്ടോ നിനക്ക്? കുത്തുവാക്ക് പറയല്ല എന്റെ അപ്പക്കുട്ട. സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ. അല്ലേ രേണു? അത് രേണുവിന് എങ്ങനെ അറിയാം? സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത്. ഇവിടെ ഇവിടെ ഇന്ന് കരിയിൽ ഒതുങ്ങി. എന്താ പോട്ടത്? രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്നത്? ഹാവൂ, രേണുവിലുണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ. ഇത് സഹതാപം അല്ല പ്രേമ, ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പുച്ഛമാ. അനുസരണമുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത്. അത് തെറ്റാണ്, കുറ്റമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി. മതി മതി, പീനൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യന്റെ ഓരോ എന്റെ അയ്യോ, ആ ബോംബ് വിളിക്കുന്നു. പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ. ഞാൻ ഓഫീസിൽ പോയി. ഗുഡ് മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി. കൊണ്ടുപോകണം. ഇന്നത്തെ കണ്ടന്റ് എഴുതിക്കോ. ആസ് യൂഷ്വൽ മുണ്ടും ജുബേ. ഒന്ന് വേഗം എഴുതി, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ 3 തലവര. ഞാൻ മതിയായിരുന്നു. ഭസ്മക്കുറി എഴുത്. കവിളിലൊരു കറുത്ത കുത്ത് സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തോ. അതിന്റെ റൂമിന്റെ ചവിങ്ങ ഇതാ സാർ. ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണ് വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എങ്കിലെന്താ അയാൾ വിലസണ്ടല്ലേ? I glad to inform you that my reputed advertising firm, excuse me Rina, ഞാൻ എവിടെ നിർത്തി? Sorry. Advertising firm. Yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jayalakshmi Jewellers. Details below. സാർ, എന്താണോ ഇവിടെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന കണ്ടില്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? സെറ്റ് റെഡിയായെന്ന്. ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ? റെഡി, അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അപ്പോ കോമൺ സെൻസ് ഇല്ലാത്ത വൃത്തിയിട്ടവൻ. ഡീറ്റെയിൽസ് ബിലോ. സോറി, ഡീറ്റെയിൽസ് ബിലോ.
അല്ലെ പിന്നെ വല്ലേ ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു വാച്ചാണ് പൊക്കിക്കോളൂ അങ്ങനെ ഇഷ്ടായി എനിക്കിഷ്ടായി അല്ല എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാ ഒന്ന് പറഞ്ഞേ എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറയുമ്പോ എന്നെ ഒന്ന് നോക്കിക്കോളൂ അങ്ങനെ പറഞ്ഞേ എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത് ഈ ഫേസ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ ഞാൻ എങ്ങനെ എടുക്കുന്നത്? എനിക്കിഷ്ടം പറയുമ്പോ എത്ര ദേഷ്യം അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ. കണ്ണാ, നീ തരികിടയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ പാപ്പ ഉനക്ക് ഞാൻ തന്നത്. ഇന്നത്തെ കണി കൊള്ളാം, ഒരു ഉഗ്രം പീസ്. ഒന്ന് വളച്ച് നോക്കിയാലോ? കാണല്ലേ? ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്കൊട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് ഫ്രീയാ, നമുക്കിന്ന് എൻജോയ് ചെയ്യണം. എന്താ ഇത്? ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ടേ ഈശ്വര? ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് അതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കിൽ ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ. കേരള വണ്ടിയിൽ അമ്മച്ചി ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴി തെങ്കിലും ആരോ പറഞ്ഞത്. ആരോ അല്ല, ഞാനാ പറഞ്ഞു. എന്നെ തള്ളേ. ഓക്കെ ഓക്കെ, കണ്ടിന്റെയൊക്കെ കറക്റ്റ് അല്ലേ? ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ഇതോ ഇതെന്നെ തെരിയുമാ? ലഡു അല്ലേ? ജിലേബി അല്ലേ? പഴംപൊരി. ஐயோ ராசையா அவ்வளவுதானே. இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. ஏன்னா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன். சந்தனம் குங்குமம் பியூட்டி ஸ்பாட் அப்படி இருக்குண்ணா. அப்பா அம்மா வந்தா முறுக்கு சீடை அச்சப்பம் எல்லாம் கொண்டு வந்திருக்க. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ணை கண்ணு போல பாக்கணும். எங்க அப்பா நல்லவர், വളരെ நல்லவர். அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? இனி എന്താണാവോ കൊണ്ടുവന്നേക്കണേ? வாங்கண்ணா, காமிச்சு தரேன் வாங்க. എന്ത് മാരനാണാവോ? யாரையும் பார்த்தது? ஐயே, பாத்தீங்களா இருக்கு. ஏன்னா நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா நான் பீடி பிடிக்கல. ஆமாடா, பொய் சொல்றேன். எனக்கு பீடி ஸ்மெல் தெரியும். ருக்கு, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് ചൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് ரொம்ப நல்ல மெடிசின் சிகரெட் വലിക്കൂ. അതാ ഞാൻ സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படின்னு நான் ஒண்ணு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். நல்ல பொண்ணு. ஆனா கொன்னிடுவேன், ஜாக்கிரதை.